ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ ഗർഭകാല പരിശോധനകളിലെയും പ്രസവ ചികിത്സയിലെയും പിഴവ് മൂലം നവജാത ശിശുവിന് സംഭവിച്ച വൈകല്യങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കെന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ആശുപത്രി അധികൃതരും സ്കാനിംഗ് സെന്ററും ഡോക്ടർമാരുടെ സംഘടനയും. പരസ്പരം പഴിചാരി ഉത്തരവാദിത്തം ഒഴിയാനുള്ള ശ്രമത്തിനിടെ കുഞ്ഞിന്റെ വൈകല്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണോ എന്ന ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ആലപ്പുഴ ലജനത്ത് അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിയാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത്. കുഞ്ഞ് ജനിച്ച് 20 ദിവസമായിട്ടും കണ്ണും വായയും തുറന്നിട്ടില്ല. കണ്ണുകളും ചെവിയും യഥാസ്ഥാനത്തല്ല, മുഖം ശരിയായ രൂപത്തിലല്ല, കൈകാലുകൾ വളഞ്ഞ്, ജനനേന്ദ്രിയവും ശരിയായ രീതിയിലല്ല, ശ്വാസകോശത്തിന് ദ്വാരമുണ്ട്, കുഞ്ഞിനെ മലത്തിക്കിടത്താൻ കഴിയില്ല, ട്യൂബ് വഴിയാണ് മുലപ്പാൽ നൽകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് റീജിയണൽ ഏർലി ഇന്റൻസീവ് കെയർ സെന്ററിൽ വൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള പ്രാഥമിക ചികിത്സകൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിവിധ തെറപ്പി ചികിത്സകളിലൂടെ വൈകല്യങ്ങൾ പ്രാഥമികമായി പരിഹരിക്കാനുള്ള ചികിത്സകളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജനിതക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി നെക്സ്റ്റ് ജനറേഷൻ സ്വീക്വൻസിംഗ് ടെസ്റ്റ് നടത്താനാണ് ആലോചന. എന്നാൽ വിദഗ്ധ ചികിത്സകൾ എവിടെ തുടങ്ങണമെന്ന് മാതാപിതാക്കൾക്ക് ഇതുവരെ വിദഗ്ധ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. നവജാത ശിശുക്കൾക്കുള്ള ഇത്തരം ചികിത്സകൾ സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ നടത്താമെങ്കിലും രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കണം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയുണ്ടെങ്കിലും ലക്ഷങ്ങൾ ചിലവ് വരും. സാമ്പത്തിക ബാധ്യത ഏറെയുള്ള അനീഷിന് അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ സ്കാൻ ചെയ്തതിൽ ലാബിന് പിഴവ് പറ്റിയിട്ടില്ല എന്നാണ് ലാബ് അധികൃതരുടെ നിലപാട്. ഡോക്ടർ നിർദ്ദേശിച്ച 2D അനോമലി സ്കാനിംഗിൽ ദ്രവത്തിന്റെ അളവ് സാധാരണയിലും ഇരട്ടിയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് ലാബ് അധികൃതർ പറയുന്നത്. ഗർഭിണിയെ ആദ്യം ചികിത്സിച്ച വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ചികിത്സാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും വാദിക്കുന്നു. ഈ വാദം ശരിവെച്ചാണ് DMOയുടെ റിപ്പോർട്ടും. സ്വകാര്യ ലാബിലാണ് പിഴവ് പറ്റിയതെന്നും റിപ്പോർട്ടിലുണ്ട്. അന്വേഷണത്തിന് ഉന്നതതല സമിതിയെ നിയോഗിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഴവ് ആരുടേതായാലും ഒരു കുഞ്ഞിന്റെ ജീവിതമാണ് ചോദ്യചിഹ്നമാകുന്നത്. ഇത്തരം പിഴവുകൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.